ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡെലിവറി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ വേഗം തന്നെ ഓടി വന്ന് ഗേറ്റൊക്കെ തുറന്ന് സംഭവം മേടിച്ചത്. അപ്പോൾ ഞാൻ ഇത് മേടിക്കുന്നതെന്ന് കുറേ കാലങ്ങളായി വിചാരിച്ചിരിക്കുകയായിരുന്നു. ആക്ച്വലി എൻ്റെ ഒരു വിഷ് ലിസ്റ്റിൽ ഇത് കിടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഏട്ടനോട് പറയും എനിക്കിത് മേടിക്കണം ഏട്ടാന്ന്. പക്ഷെ ഏട്ടൻ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അറിയാതെ. അപ്പോൾ ഇന്ന് രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഇന്ന് വരുന്നുണ്ട്, മേടിച്ചോട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്നല്ലേ, ആമസോൺ ബേസിക്സിന്റെ വയർലെസ് മൈക്രോഫോണാണ്. ഞാൻ ആക്ച്വലി ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മൈക്കിൽ തന്നെയാണ്. നമുക്ക് മാർക്കറ്റിൽ ഇതിനേക്കാളൊക്കെ വളരെ അടിപൊളിയായിട്ടുള്ള മൈക്കുകൾ ഒരുപാട് അവൈലബിൾ ആണ്. പക്ഷെ ചെറുതോ വലുതോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് എൻ്റെ ഈ മൈക്ക്, എൻ്റെ ഈ ഓർഡർ ഭയങ്കര സ്പെഷ്യലാണ്. അപ്പൊ ഇത്രയും കാലം ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്തിരുന്ന ഒന്നില്ലെങ്കിൽ ഞാൻ മുറിയിൽ അടച്ചിരുന്ന ഒറ്റയ്ക്ക് മക്കളോടൊക്കെ ഞാൻ വോയിസ് ഓവർ എടുക്കാൻ പോവാട്ടോ, ഒച്ച ഉണ്ടാക്കല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫാനൊക്കെ ഓഫ് ചെയ്തിട്ട് മുറിയിൽ കയറിയിരുന്ന് നേരിട്ട് റെക്കോർഡ് ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ പിന്നീട് എനിക്ക് നേരിട്ട് വോയിസ് ഓവർ കൊടുക്കണം, വീഡിയോ എടുക്കുമ്പോൾ തന്നെ വോയിസ് ഓവർ കൊടുക്കണം എന്നാണെങ്കിൽ എനിക്ക് ഏട്ടനൊരു മൈക്ക് നേരത്തെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ ഈ പണ്ടത്തെ നമ്മുടെ പിയാനോന്റെ കൂടെ വന്ന ഹെഡ്ഫോൺസ് ഇല്ലേ, അതിനകത്തൊരു മൈക്ക് ഉണ്ടായിരുന്നു. ആ മൈക്ക് എനിക്ക് ഏട്ടനെ എടുത്ത് ശരിയാക്കി, അത് എന്തൊക്കെയോ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്കത് മൈക്ക് പോലെ ആക്കി തരുമായിരുന്നു. എന്നിട്ട് ഞാനത് ഡ്രസ്സിൽ കുത്തിയിട്ടാണ് വോയിസ് ഓവർ കൊടുത്തിരുന്നത്. അപ്പൊ അത് ഞാൻ വല്ലപ്പോഴും മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതത്ര കൺവീനിയന്റ് അല്ലായിരുന്നു. നേരിട്ടാണ് വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇനിയുള്ള നമ്മുടെ അങ്ങോട്ടുള്ള റെക്കോർഡിങ്സ് എല്ലാം നമ്മുടെ പുതിയ മൈക്കിലായിരിക്കും. അപ്പൊ സ്റ്റേ ട്യൂൺഡ്.